പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് വാട്സപ്പിൽ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിലെ ചാറ്റുകൾ 4 ഡിവൈസിൽ, മൊബൈൽ ആയിരുന്നാലും ബാക്കിയുള്ള എന്തായിരുന്നാലും, ടാബ് ആയിരുന്നാലും കമ്പ്യൂട്ടർ ആയിരുന്നാലും എന്തായിരുന്നാലും 4 ഡിവൈസിൽ കണക്ട് ചെയ്യാൻ കണക്കിനുള്ള ഒരു അപ്ഡേറ്റ് വാട്സപ്പ് ബീറ്റ വേർഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് എത്തുന്നതാണ്. അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചും ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. ഇത് ഇഷ്ടമായി ഉപകാരമായി എന്ന് തോന്നുന്നുണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള മൊബൈൽ ടെക് വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഈ ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഈ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതില് ലിങ്ക് ഡിവൈസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ താഴെ ഒരു ഓപ്ഷൻ കൂടെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മറ്റുള്ള സാധാരണ ഒഫീഷ്യൽ ആയിട്ടുള്ള വാട്സപ്പിൽ നമുക്ക് ലിങ്ക് ഡിവൈസ് എന്നുള്ള ഇത്രയും മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഈ ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. ബീറ്റ വേർഷനിൽ മാത്രമേ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കുള്ളൂ. 4 ഡിവൈസിലേക്ക് നമുക്ക് ഈ വാട്സപ്പ് നമ്പർ നമ്മൾ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. താഴെയായിട്ട് ജോയിൻ ബീറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് ബേറ്റ എന്നുള്ളതിൽ നമ്മൾ പുറത്തിറങ്ങാം. ഞാനിത് റിവേഴ്സ് വരികയാണ്. അപ്പോൾ ഇവിടെ മൾട്ടി ഡിവൈസ് ബേറ്റ ജോയിൻഡ് എന്നുള്ള ഒരു ഓപ്ഷനാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് ലിങ്ക് ഡിവൈസ് എന്നുള്ളതിന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്കാനർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നമുക്ക് പിന്നീട് നോക്കാം. ഈ വാട്സപ്പ് നമ്പർ മറ്റൊരു ഫോണിലേക്ക് ഞാൻ ഇനി കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ മറ്റൊരു ഫോൺ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോ എന്റെ മറ്റൊരു ഫോണാണ്. ഇതിൽ നമ്മൾ ഗൂഗിൾ ക്രോമിൽ നമ്മൾ web.whatsapp.com എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മളതിൽ ഈ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ സ്ക്രീനിനെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു QR കോഡ് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ ചെയ്ത ആ വാട്സപ്പ് ആ ഫോൺ നമ്മൾ എടുത്തതിന് ശേഷം അതിൽ ലിങ്ക് ഡിവൈസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സ്കാൻ അവിടെ വരുന്നത് കാണാൻ സാധിക്കും. അതിലേക്ക് നമ്മൾ ഈ കോഡിനെ നമ്മളൊന്ന് സ്കാൻ ചെയ്യുക. ഇതുപോലെ സ്കാൻ ചെയ്ത് കൊടുക്കുക. ഈ ഫോണിൽ നമുക്ക് ലോഗിൻ എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഗൂഗിൾ ക്രോം ആക്റ്റീവ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത ഈ ഫോണിലെ വാട്സപ്പ് ഇവിടെ മുഴുവനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാ ഇപ്പോൾ ഈ വാട്സപ്പ് എല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് ഇതേ നമ്പറിലുള്ളത് നമ്മുടെ ക്രോമിൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഗൂഗിൾ ക്രോമിൽ കിട്ടിയപ്പോൾ സൈറ്റ് ഓപ്പൺ ആയി വന്നില്ല, നമുക്ക് ആ QR കോഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി നമുക്ക് അത് സാധിച്ചെടുക്കാം. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക. വളരെ എളുപ്പമാണ്. ക്രോമിൽ നമ്മൾ പോകുന്നതിനേക്കാളും എളുപ്പമാണ്. ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഗെറ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. എഗ്രി കൊടുക്കുക. ഇവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് അതേ QR കോഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ സ്കാൻ ചെയ്താലും നമുക്ക് അതേ പൊസിഷനിൽ നമുക്ക് കിട്ടും. അതേപോലെ നമുക്ക് വാട്സപ്പ് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ക്രോമിൽ ചെയ്തതുപോലെ നമുക്ക് ഇതിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. നമുക്ക് അങ്ങനെയും ഇത് നമുക്ക് ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് മറ്റേതെങ്കിലും ഒരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.